വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി മൊമെൻറ്റ്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉച്ചക്കത്തേക്കുള്ള ഒരു ലഞ്ച് തയ്യാറാക്കലാണ്. ആക്ച്വലി ഞാനിന്ന് വീഡിയോ എടുക്കുന്നത് സൺഡേ ആണ്. അപ്പോൾ രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇറച്ചിപ്പുട്ടായിരുന്നു നമുക്ക് കിട്ടാം. അപ്പോൾ ആ ഇറച്ചി വെച്ചത് ഇരിപ്പുണ്ട്. അത് കൂടാതെ നമുക്ക് 2-3 കറികളൊക്കെ ഉണ്ടാക്കി ഉച്ചക്കത്തേക്കുള്ള ഊണ് തയ്യാറാക്കാം. എൻ്റെ വീട്ടിൽ കുറേ ചെമ്മീപ്പുളി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം മമ്മി അതെനിക്ക് കുറച്ച് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചെമ്മീപ്പുളി ഇട്ട് നല്ല അയിലയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ അതിൻ്റെ 2 അറ്റവും കളഞ്ഞിട്ട് നീളത്തിൽ മുറിച്ചിട്ടാണ് ഞാൻ അയിലയിൽ ഇടാൻ പോകുന്നത് കേട്ടോ. അയില വെട്ടി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെമ്മീപ്പുളി അരിഞ്ഞെടുക്കുവാണ്. പുളിയിട്ട അയിലക്കറിക്ക് ഞാൻ അയില കൂട്ടാനായിട്ട് ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഈ പുളിയും ചാറും കൂട്ടി കഴിക്കാനാട്ടോ ഇഷ്ടം. നല്ല ടേസ്റ്റാണ് ഈ പുളിയിട്ട് മീൻകറി വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അയിലയുടെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കറി വെച്ചാൽ മതി. വൃത്തിയാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ തേങ്ങയിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ വെക്കുന്ന കറിയാട്ടോ കൂടുതലും ഇഷ്ടം. മാങ്ങയോ പുളിയോ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കറി വെക്കാനാണ്, മീൻ കറി വെക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ തേങ്ങയൊക്കെ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് അടിച്ചെടുത്തു. ഇനി നമ്മളത് പുളി ഇട്ട് കൊടുക്കുവാണേ. അതിന് ശേഷമാണ് ഞാൻ അയില ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ അരപ്പ് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യമായ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് ചതച്ച് ആണ് ഞാൻ ഈ അരപ്പിൽ ചേർക്കുക കേട്ടോ. അപ്പോൾ ഈ ഉള്ളിയൊക്കെ ഞാൻ നേരത്തെ പൊളിച്ച് ഇങ്ങനെ ഒരു പാത്രത്തിൽ, ഞാൻ ഓൺലൈനിൽ മേടിച്ച പാത്രമാണ്, ഭയങ്കര ഉപകാരപ്പെടുത്താം കേട്ടോ. അപ്പോൾ അതങ്ങ് ചതച്ച് എടുക്കുവാണ്. അപ്പോൾ അരപ്പ് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അയില ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ ആ ചതച്ച് വെച്ച ഉള്ളിഞ്ചിയൊക്കെ കൂടി അങ്ങ് ചേർത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഉപ്പും ഒക്കെ ചേർത്ത് ഒന്ന് പയ്യെ ചുറ്റിച്ചിട്ട് എടുത്ത് വെക്കുവാണേ. അപ്പോൾ തീ സിമ്മിലിട്ടിട്ടാണ് ഞാൻ ആദ്യം തിളച്ച് വരിക, അല്ലെങ്കിൽ അരപ്പങ്ങ് ആകെ ഇതായി പോകും. അത് കഴിയുമ്പോഴേക്കും മൂടി വെച്ച് പയ്യെ ഒന്ന് 5-6 മിനിറ്റ് വേവിച്ച് കഴിയുമ്പോഴേക്കും അയില വെന്തിട്ടുണ്ടാവും. പച്ചക്കറിയായിട്ട് എനിക്കിന്ന് ചുവന്ന ചീര കേട്ടോ, നല്ല നാടൻ ചീരയാണ്. അത് ഞാൻ ഇലയും തണ്ടുമൊക്കെ ഇട്ട് മാറ്റി നല്ല വൃത്തിയാക്കി കഴുകി ഒരു വെള്ളം പോകുന്ന ഒരു പാത്രത്തിൽ വാരി വെച്ചേക്കുവാണ്. അതിനുശേഷം ഞാനതിങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കുവാണ്. എനിക്ക് കൈ പിടിച്ച് അരിയാനാണ് എളുപ്പം കേട്ടോ. പിന്നെ വീഡിയോന് വേണ്ടി ആയത് കാരണം ഞാൻ അങ്ങ് ചെയ്തതാണേ. പിന്നെ ഇത് രാവിലത്തെ ഇറച്ചിക്കറിയാണ്. അപ്പോൾ അതൊന്ന് പയ്യെ ചൂടാക്കി വെക്കുവാണ്. തേങ്ങ കൊത്തൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് വഴറ്റി വെച്ചേക്കണം. അതിൽ കുറച്ച് വർക്കും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. ചീര അരിഞ്ഞ് കഴിഞ്ഞ് അപ്പോൾ ചീര വഴറ്റാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിൽ എണ്ണ ഒഴിച്ചിട്ട് കുറച്ചധികം കൊച്ചുള്ളി അങ്ങ് ചതച്ചിട്ടിട്ടുണ്ട്. എൻ്റെ ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തു. പിന്നെ അതിലേക്ക് കുറച്ചധികം പീരയും കൂടി ചേർക്കുവാണേ. പീരയും ചെമ്മീനോ എന്താണെന്ന് വെച്ച് ഇടാം. ചിലപ്പോൾ പരിപ്പിടും, പയറിടും, ഇഷ്ടമുള്ളതിടാം. എനിക്കിന്ന് എൻ്റെ കയ്യിൽ പീര ചിരണ്ടി വെച്ചതുള്ള കാരണം പീരയാണ് ഇടുന്നത്. അപ്പോൾ ഇറച്ചിക്കറി ചൂടായി കഴിഞ്ഞ് അതിന് ശേഷം ഞാൻ ആ അടപ്പത്ത് തന്നെ നമ്മുടെ മീൻ വറുക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം കൂടി വെക്കുവാണ്. അപ്പോൾ അതിലേക്ക് മുളകൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന അയില ഇട്ടു. അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടു വറുക്കുവാണ്. അപ്പോൾ ചീര ഇവിടെ ഏകദേശം വെന്ത് വരുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് വഴറ്റിയപ്പോഴേക്കും നമ്മുടെ ചോറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് വറുക്കുവാണ്. അപ്പോൾ നല്ല ചൂട് ചോറും അയിലക്കറിയും ചീരയൊക്കെ കൂട്ടി നമുക്ക് ചോറുണ്ടാവാനായിട്ടുള്ളൊരു ഉച്ചക്കത്തേക്കുള്ളൊരു തയ്യാറെടുപ്പിലാണ്. ചൂട് ചോറാട്ടോ. അതങ്ങ് ഒരു പാത്രത്തിലേക്ക് വിളമ്പി അതേ നമ്മുടെ അയിലക്കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇറച്ചിയും അടിപൊളിയായിട്ടിരിപ്പുണ്ട്, ചീരയും ഒക്കെയാണ്. ഇനി നമ്മുടെ മീൻ വറുത്തത് ഇതെല്ലാം കൂടി ഞാനൊരു പാത്രത്തിലേക്ക് വിളമ്പി വെച്ചു. ഇനിയാണ് നമ്മുടെ പുളിയുള്ള അയിലക്കറി മീൻകറി ഇടാൻ പോകുന്നത്. എനിക്കിതിലേക്ക് ഈ ചാറ് ഈ പുളിയോടുകൂടി ഇടുമ്പോൾ അത് കൂട്ടി കഴിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. ഞാൻ ഏതെങ്കിലും 1-2 കറി കൂട്ടിയേ കഴിക്കത്തുള്ളൂ. ഇനി ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പണി കൂടി നമ്മുടെ കിച്ചണിൽ ബാക്കിയുണ്ടല്ലേ. നമ്മുടെ ക്ലീനിങ്ങും കൂടി കഴിഞ്ഞാൽ മാത്രമേ മനസ്സും കൂടി ഒരു സംതൃപ്തി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അതൊക്കെ അവിടെ വലിച്ചു വാരിയിട്ട് അലമ്പായിട്ട് കിടന്നാൽ നമുക്കൊരു സന്തോഷക്കുറവാണ്. പിന്നെ അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് ഒന്ന് അടപ്പൊക്കെ ഒന്ന് തുടച്ച് ആ സ്റ്റാൻഡൊക്കെ ഒന്ന് മാറ്റി. കാരണം എണ്ണയൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മീൻ വറുക്കുമ്പോൾ എല്ലായിടത്തും വീഴുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഡെയിലി ഇങ്ങനെ ക്ലീൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ കിച്ചൺ നല്ല നീറ്റായിട്ടിരിക്കും. പിന്നെയും നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് വരുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷം വേണമല്ലോ. അലവലാതിയായിട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഭ്രാന്താവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കിച്ചണും കൂടി ഒന്ന് മനോഹരമാക്കിയിട്ട് നമുക്ക് ഈ അടുക്കളയുടെ ഈ പരിസരത്തു നിന്നേ പൊക്കോളണം. പിന്നെ അവിടെ നിൽക്കരുത്. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ ഇനി കുറച്ച് റെസ്റ്റൊക്കെ എടുക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങിലോട്ട്
കയറിയേക്കുവാണേ. അപ്പം നമ്മുടെ ഈ ഊണൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇതേപോലെ നല്ല നല്ല ഡിഷസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ഈ ഇറച്ചിക്കറിയുടെ റെസിപ്പി എന്തെങ്കിലും വേണം എന്നാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. പക്ഷേ ഭയങ്കര എളുപ്പവുമാണ്, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാം, ടേസ്റ്റിയുമാണ്. തേങ്ങാക്കൊത്ത് എടുക്കണ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. കിച്ചണിലെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനലും വാതിലൊക്കെ അങ്ങ് അടച്ചിട്ട് പൊക്കോളണം കേട്ടോ. അല്ലെങ്കിൽ വല്ലതൊക്കെ കയറിയാലോ, അല്ല ഇഴജന്തുക്കളോ ഈ പല്ലിയ എലിയ എന്തെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലൊക്കെ കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ജനലും വാതിലൊക്കെ അടച്ചിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.